രാവിലെ നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും നല്ല കുഞ്ഞ മത്തി. അപ്പോൾ നമുക്ക് കുടംപുളി ഇട്ടൊന്ന് കറി വെച്ച് നോക്കിയാലോ? കുടംപുളി വെള്ളത്തിലിട്ടു. അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ എൻ്റെ ഒരളവിനാണ്. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടെ 2 കറിവേപ്പിലയും. മൺചട്ടി ആയതുകൊണ്ട് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. ഈ മൺചട്ടി അടുപ്പിലേക്കൊന്ന് ചൂട് ആകാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലോട്ട് കുറച്ച് കടുകും കുറച്ച് ഉലുവയും ഒക്കെ ഇട്ടു. ഇത് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ അതിനകത്തോട്ട് ചേർക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താ ഇതിന് ചുറ്റും ഇങ്ങനെ വിറവ് കൂട്ടി വെച്ചേക്കുന്നതെന്ന്. മഴയല്ലേ, മഴയത്ത് വിറകൊക്കെ നനഞ്ഞു പോയി. അങ്ങനെ ഇതിൻ്റെ ചൂടൊന്ന് തട്ടിയിട്ട് വിറകൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടി വെച്ചേക്കും. അപ്പോൾ മണ്ണൊന്നും ഇതിനകത്തേക്ക് വീഴില്ല. നമുക്ക് സൂക്ഷിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു ഇതിനകത്തിട്ടിട്ട്. പിന്നെ കറിവേപ്പിലയും എല്ലാം ഒന്നിട്ടു. എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത്. തക്കാളിയൊക്കെ ഞാൻ ആദ്യമേ ചേർക്കാറുണ്ട്. അപ്പോൾ തക്കാളിയും ഞാൻ ആദ്യമേ തന്നെ ചേർത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇതും അങ്ങനെ സ്പൂൺ അളവോ അങ്ങനെയൊന്നുമില്ല. ആ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിനാവശ്യത്തിനായിട്ടുള്ള സാധനങ്ങൾ ഈ പൊടികളും ഞാൻ ചേർക്കാറുണ്ട്. അങ്ങനെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കും മസാല ചേർത്തതിന് ശേഷം. ഞാൻ എങ്ങനെയാണ് വെക്കാറ്, നിങ്ങളെല്ലാവരും പല പല സ്റ്റൈലിലായിരിക്കുമല്ലേ വെക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ സ്റ്റൈല്. മസാലകളൊക്കെ ഒന്ന് നല്ല പിടിച്ചതിന് ശേഷം നമുക്ക് ആ പുളിവെള്ളം അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് കുടംപുളിയാണ്. എന്താണെന്നറിയില്ല, ഇവിടെ ഇത്രയും ചെറിയ കുടംപുളിയാണ് കിട്ടാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം പാകത്തിന് ഉപ്പും പിന്നെ പാകത്തിന് വെള്ളവും ചേർത്തു. ഇനി ഇത് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീൻ കഴുകി വെച്ചത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മീനിട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ മീൻ കറി? എനിക്കെപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഒരുപാട് വറ്റിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.